താലി രചനാ സംഭാഷണം രുദ്രപ്രിയ. ഉച്ചകേട്ട അടുത്ത കട്ടിലിൽ കിടക്കുകയായിരുന്ന സുഭദ്ര ചാടി എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടു. നെഞ്ചിൽ കൈ പൊത്തിച്ചുകൊണ്ട് കട്ടിലിൽ കിടന്ന് പുളയുന്ന വാസുദേവനെ കണ്ടതും അവർ ഓടി അടുത്തേക്ക് വന്നു. അയ്യോ മാഷേ, ഇതെന്ത് പറ്റി? മോളെ മോളെ ദേവി. അമ്മയുടെ വിളിയൊച്ച കേട്ട് ദേവിയും ചാടി എഴുന്നേറ്റു. അവൾ വേഗം അച്ഛൻ്റെ റൂമിലേക്ക് പാഞ്ഞു. ചാരിയ വാതിൽ തുറന്നകത്തേക്ക് കയറുമ്പോൾ കണ്ടു കട്ടിലിൽ കിടന്ന് പുളയുന്ന അച്ഛനെയും അടുത്തിരുന്ന് നിലവിളിക്കുന്ന അമ്മയെയും. അവൾ വേഗം അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ ശ്വാസമെടുക്കാൻ പാടുപെടുന്നത് കണ്ണ് പിന്നിലേക്ക് മറഞ്ഞ് അബോധാവസ്ഥയിലേക്ക് പോകുന്നതും ദേവി കണ്ടു. അച്ഛാ അച്ഛാ. ഇത് കൈപ്പത്തിയും ചേർത്ത് വെച്ച് അച്ഛൻ്റെ മാറിൽ അമർത്തി 1-2 തവണ ആവർത്തിച്ച് ചെയ്തിട്ടും അച്ഛൻ കണ്ണു തുറക്കുന്നില്ല. ദേവിയുടെ ശരീരത്തിലൂടെ ഭയം ഇരച്ചു കയറി. അവൾ പെട്ടെന്ന് മൊബൈൽ കൈയെത്തിച്ചെടുത്ത് സിദ്ധുവിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു. ഉറക്കത്തിലായിരുന്ന സിദ്ധു ഉണർന്ന് രമ്യയെ ശരീരത്തിൽ നിന്നും മാറ്റിക്കിടത്തി. മൊബൈൽ കൈയെത്തിയെടുത്തു. ദേവി കോളിംഗ് എന്ന് കണ്ടതും പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്തു. സിദ്ധുവേട്ടാ, ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരുമോ? അച്ഛനൊട്ടും വയ്യ, വിളിച്ചിട്ട് ബോധമില്ലാതെ കിടക്കുന്നു. എനിക്കെന്തോ പേടി തോന്നുന്നു. പറച്ചിലിനോടൊപ്പം അമ്മയുടെ നിലവിളിയും കേൾക്കാമായിരുന്നു. സിദ്ധു വേഗം ലൈറ്റ് ഇട്ടു. ടീഷർട്ടും ട്രാക്ക് പാൻറ്റും എടുത്തണിഞ്ഞു. അപ്പോഴേക്കും രമ്യ ഉണർന്ന് കാര്യം എന്താണെന്ന് തിരക്കി. അമ്മമ്മയ്ക്ക് സുഖമില്ലെന്ന് ദേവിയാണ് വിളിച്ചത്. ഞാനൊന്ന് അതുവരെ പോയിട്ട് വരാം. സിദ്ധുവേട്ടാ, 1 മിനിറ്റ്, ഞാനും കൂടി വരാം. നീ വേഗം റെഡിയാവ്. ഞാൻ അപ്പോഴേക്ക് സച്ചുവിനെ കൂടെ വിളിക്കട്ടെ. ഏകദേശം 10 മിനിറ്റ് ആവും മുമ്പ് തന്നെ അമ്മയെയും കൂട്ടി എല്ലാവരും അമ്മാമ്മയുടെ അടുത്തെത്തി. കാറ് വന്ന് നിൽക്കുമ്പോൾ തന്നെ ദേവി ഓടി പുറത്തേക്ക് വന്നു. സിദ്ധുവിൻ്റെ മാറിലേക്ക് അലച്ചു തല്ലി വീണു. പേടിയാവുന്ന ഏട്ടാ, അച്ഛൻ വിളിച്ചിട്ട് മിണ്ടുന്നില്ല. എനിക്ക് പറ്റുന്നില്ല കണ്ടുകൊണ്ട് നിൽക്കാൻ. ഒന്നുമില്ലടി, ഒന്നുമില്ല, നീ ഇങ്ങനെ കരയാതെ. സിദ്ധു മുറിയിലേക്ക് ചെന്ന് അമ്മാമ്മയെ കോരിയെടുത്ത് കാറിലേക്ക് കിടത്തി. സച്ചുവും ദേവിയും രമ്യയും കൂടെ കയറി നേരെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. മണി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് മുന്നിൽ കാർ കൊണ്ട് നിർത്തി സിദ്ധു തന്നെയാണ് അമ്മാവിനെ കോരിയെടുത്ത് കാഷ്വാലിറ്റിയുടെ ഉള്ളിലേക്ക് ഓടിയത്. സ്ട്രെച്ചറിൽ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ ഡോക്ടർ അവിടെ എത്തിയിരുന്നു. ആദ്യത്തെ പരിശോധനയിൽ തന്നെ അമ്മാവിന് BP കുറഞ്ഞതാണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് കയറ്റി. തുടർ പരിശോധനകളിൽ നിന്ന് മനസ്സിലായി അമ്മാവിൻ്റെ ഇടതുഭാഗം തളർന്നു പോയി എന്ന്. ഞെട്ടലോടെയായിരുന്നു ആ വാർത്ത ദേവി കേട്ടത്. വായയുടെ ഒരു ഭാഗം ഇടതുവശത്തേക്ക് കോടിപ്പോയി. ICUവിലായതുകൊണ്ട് ആരെയും കാണാൻ അനുവദിച്ചില്ല. ദേവി തളർന്ന് ഹോസ്പിറ്റലിലിരുന്നു. ഡോക്ടർ സുദർശൻ സിദ്ധുവിനെയും സച്ചുവിനെയും ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. അവർക്കൊപ്പം ദേവിയും കൂടി ക്യാബിനുള്ളിലേക്ക് കയറി ചെന്നു. ഇപ്പോൾ കൊണ്ടുവന്ന പേഷ്യൻറ്റിൻ്റെ കൂടെ വന്നവർ, അതേ ഡോക്ടർ, ഞങ്ങളുടെ അമ്മാവനാണ്, ഇത് മോളാണ്. പുള്ളിക്കാരന് പെട്ടെന്ന് BP ലോയാകാൻ പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും? അത്രയും ടെൻഷൻ എന്താ? BPയുടെ ടാബ്ലറ്റ് എന്തെങ്കിലും എടുക്കുന്ന ആളാണോ? ടാബ്ലറ്റ് എന്തെങ്കിലും മുടങ്ങിയത് കൊണ്ടാണോ പെട്ടെന്ന് വയ്യാത്തത്? കുറച്ച് ദിവസമായി സിദ്ധുവേട്ടൻ്റെ വിവാഹ തിരക്കിലായിരുന്നത് കൊണ്ട് തന്നെ അച്ഛൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധിച്ചില്ല എന്നതാണ് സത്യം. ആ മുന്നിൽ പോലും ചെല്ലുക പതിവില്ലായിരുന്നു. എപ്പോൾ ചെന്നാലും അച്ഛന് വിവാഹത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. അവരുടെ കാലം കഴിഞ്ഞാൽ എനിക്ക് ആരാണ് എന്ന പല്ലവിയിൽ തുടങ്ങും കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അത്രയും മുഖം കൊടുക്കാനും മുന്നിൽ പോകാതിരിക്കാനും ശ്രമിക്കും. ഇന്നത്തെ അച്ഛൻ്റെ സംസാരം പോലും നിരാശ നിറഞ്ഞതായിരുന്നു. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരന്തം എത്രമാത്രം അവരെയൊക്കെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് ദേവിക്ക് മനസ്സിലായി. നാളെ രാവിലെ ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം. പേഷ്യൻറ്റിനെ കാണുമ്പോൾ നമ്മൾ കുറച്ച് സംയമനം പാലിക്കണം. ടെൻഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒന്നും തന്നെ സംസാരിക്കാൻ പാടില്ല. പ്രായമായ ആൾക്കാരല്ലേ, കുറച്ച് ടെൻഷൻ ഫ്രീ ആക്കിയാൽ തന്നെ പകുതി അസുഖവും കുറഞ്ഞിരിക്കും. ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ കേൾക്കാൻ നിൽക്കാതെ ദേവി റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഒന്നും മിണ്ടാതെ രമ്യയുടെ അടുത്ത് വന്ന് അവളുടെ തോളിൽ തലതി ചേർത്ത് വെച്ചു. എന്നെ സ്നേഹിക്കുന്നവർക്കൊക്കെ കൊടുക്കാൻ എൻ്റെ പക്കൽ ദുഃഖം മാത്രമേ ഉള്ളൂ രമ്യേ. അച്ഛന് പോലും ഞാനിപ്പോൾ ഭാരമായി കാണും. എന്നെക്കുറിച്ചുള്ള ആദി കൊണ്ടല്ലേ അച്ഛനിപ്പോൾ സുഖമില്ലാതെയായത്? എന്ത് ജന്മമായി എൻ്റേത്? എന്നെ സ്നേഹിക്കുന്നവർക്ക് ദുഃഖം മാത്രമേ എനിക്ക് തിരികെ കൊടുക്കാൻ കഴിയൂ. ഞാൻ കാരണം അച്ഛനും കൂടി എന്തെങ്കിലും ആപത്തുണ്ടായാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. രാത്രിയിൽ ഒരുപാട് തവണ അമ്മായിയും അമ്മയും മാറിയും തിരിഞ്ഞും ഹോസ്പിറ്റലിലേക്ക് വിളിച്ചുകൊണ്ടിരുന്നു. രാവിലെ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് 2 പേരെയും ആശ്വസിപ്പിച്ചു. എങ്ങനെയെങ്കിലും നേരം വെളുപ്പിച്ച് അച്ഛനെ ഒന്ന് കണ്ടാൽ മതിയെന്നായി ദേവിക്ക്. കസേരയിൽ ചാരിയിരുന്ന് കണ്ണുനീർ വാർക്കുന്നവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ സിദ്ധുവും സച്ചുവും നിന്നു. അവളുടെ ജീവിതം ചുഴിയിലകപ്പെട്ടതുപോലെ തോന്നി.
ശ്വാസം കിട്ടാതെ അവൾ പിടയുകയാണ്. ആർക്കും അവളെ ആശ്വസിപ്പിക്കാൻ കഴിയില്ല. ഒന്നും മിണ്ടാതെ അവളുടെ ഇടവും വലത്തുമായി ചെന്നിരുന്നു. ഞങ്ങളുണ്ടെന്ന് പറയാതെ പറയാനായി രണ്ടുപേരും കൂടി അവളെ ചേർത്ത് പിടിച്ചു. പൊട്ടിക്കരച്ചിലോടെ സച്ചുവിൻ്റെയും സിദ്ധുവിൻ്റെയും കൈകൾ കൂട്ടിപ്പിടിച്ചു. മതിയായി എനിക്ക് ഈ ജീവിതം. ഞാൻ കാരണമല്ലേ അച്ഛൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാനല്ലേ ഏട്ടാ? എന്നെക്കുറിച്ചുള്ള ആലോചനയിൽ ആ നെഞ്ച് പിടയുകയായിരുന്നു. എന്തിനാ ഈശ്വരൻ എന്നോട് ഇത്രയും ക്രൂരത കാണിക്കുന്നത്? ദേവേട്ടനും മോനും പോയപ്പോൾ ഞാനും കൂടി പോയാൽ മതിയായിരുന്നു. എനിക്ക് മാത്രമായി ഇങ്ങനെ ഒരു ജീവിതം വേണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കാരണം ദുഃഖിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരികയല്ലേ? എന്തൊരു വിധിയാണ് ഈശ്വരൻ എനിക്ക് തന്നത്. പദം പറഞ്ഞ് കരയുന്നവളെ ആശ്വസിപ്പിക്കാനുള്ള നല്ല വാക്കുകളൊന്നും അവരുടെ കയ്യിലില്ലായിരുന്നു. മോളെ, നീ ഇങ്ങനെ കരയല്ലേ, അമ്മമ്മയ്ക്ക് കാര്യമായ കുഴപ്പങ്ങളൊന്നുമില്ല, ഒരു വിധത്തിൽ സിദ്ധു പറഞ്ഞൊപ്പിച്ചു. ഇല്ല, എനിക്കറിയാം. എന്നെക്കുറിച്ചുള്ള ടെൻഷൻ കൊണ്ടാണ് അച്ഛനിപ്പോൾ സുഖമില്ലാതായത്. രാത്രി കിടക്കുന്നതിന് മുമ്പ് പോലും എന്നോട് വിവാഹ കാര്യത്തെക്കുറിച്ചും മറ്റും വളരെ വിഷമത്തോടു കൂടിയാണ് അച്ഛൻ സംസാരിച്ചത്. ഞാനാണ് എല്ലാത്തിനും കാരണം. എനിക്ക് എൻ്റെ അച്ഛനെ കാണണം ഏട്ടാ, എനിക്ക് എൻ്റെ അച്ഛനെ കാണിക്കാം. ഡോക്ടർ പറഞ്ഞല്ലോ ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാമെന്ന്. പക്ഷേ അതിന് നീ അല്പം കൂടി കാത്തിരിക്കണം. ഇല്ല, എനിക്കിപ്പോൾ കാണണം. ഡോക്ടറോട് ഒന്ന് ചോദിക്ക്, എന്നെ ഒന്ന് കാണിക്കാൻ. ഇല്ലെങ്കിൽ ഞാൻ ചങ്ക് പൊട്ടി മരിച്ചു പോകും. മോളെ, നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ വാശി പിടിക്കരുത്. ഇല്ല, എനിക്കൊന്ന് കണ്ടാൽ മതി. പ്ലീസ് ഏട്ടാ, ഒന്ന് ചോദിക്ക്. നിവർത്തിയില്ലാതെ സിദ്ധു എഴുന്നേറ്റ് ഡോക്ടറിൻ്റെ ക്യാബിനിലേക്ക് പോയി. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആരെയും കയറി കാണാൻ അനുവദിക്കില്ല. പക്ഷേ ഞാൻ നിൻ്റെ അവസ്ഥ പറഞ്ഞതുകൊണ്ടാണ് അവർ തരുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിനക്ക് അമ്മാമ്മയെ കയറി കാണാം. സിദ്ധു അവളെയും കൂട്ടി നഴ്സിൻ്റെ റൂമിലേക്ക് പോയി. അവർ കൊടുത്ത വസ്ത്രവും അണിഞ്ഞ് ദേവി ICUവിൻ്റെ ഉള്ളിലേക്ക് കയറി. ശീതീകരിച്ച മുറിയിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങൾക്കിടയിൽ തളർന്നു കിടക്കുന്ന അച്ഛനെ കണ്ടപ്പോൾ അവളുടെ നെഞ്ചു പൊടിഞ്ഞുപോയി. തന്നോട് സംസാരിച്ച കാര്യങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓരോന്നായി കടന്നു വന്നു. ഞങ്ങളുടെ 2 പേരുടെയും കാലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ആരുണ്ട് മോളെ? ഇന്ന് വരെ നിന്റെ നല്ലതിനല്ലാതെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അച്ഛൻ പറയുന്ന ഈയൊരു കാര്യം കൂടി മോൾ അനുസരിക്കണം. ചെവിയിൽ കൂരമ്പ് തറയ്ക്കുന്നത് പോലെ അച്ഛൻ്റെ വാക്കുകൾ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. മാപ്പച്ച. അവളുടെ കൈകൾ അച്ഛൻ്റെ പാദത്തിൽ സ്പർശിച്ചു. ഇന്നുവരെ അച്ഛനെ അനുസരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ധിക്കരിക്കേണ്ടി വന്നതിൽ എന്നോട് ക്ഷമിക്കൂ. എൻ്റെ ദേവേട്ടനെ മറന്ന് മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ എനിക്ക് കഴിയില്ല. അവരുടെ കണ്ണുകളിൽ നിന്ന് നീർത്തുള്ളികൾ അച്ഛൻ്റെ പാദത്തിൽ വീണ് ചിതറിക്കൊണ്ടിരുന്നു. ഒരു വേള ഏങ്ങൾ കടിച്ചമർത്താൻ പോലും ദേവി മറന്നുപോയി. ഏങ്ങൾ പുറത്തേക്ക് വന്നു. അച്ഛനത് കേട്ടുവോ? കണ്ണുകൾ ചിമ്മിയോ? അവൾ വേഗം അടുത്തേക്ക് ചെന്നു. അച്ഛാ. കണ്ണ് പതിയെ തുറന്നു. അത് മേൽപോട്ടും കീഴ്പോട്ടും ചലിച്ചു. ഒടുവിൽ ആ മുഖം ചരിച്ച് ദേവിയെ നോക്കി. ഞാൻ കാരണമാണ് അച്ഛൻ ഈ അവസ്ഥ. അവൾ ചുണ്ടുകൾ പിടിച്ച് കരച്ചിലടക്കി. ഇല്ലെന്നച്ഛൻ തല ചലിപ്പിച്ചു. ജയൻ നല്ലവനാണ്. എൻ്റെ മോളെ പൊന്നുപോലെ നോക്കും. അച്ഛന് വാക്കുതാ. ദേവി ഞെട്ടിത്തരിച്ചുപോയി. അച്ഛന് വാക്കുതാ. നിറഞ്ഞു പെയ്യുന്ന കണ്ണുകൾ പിന്നിലേക്ക് മലയ്ക്കുന്നുണ്ട്. ശരീരം വിറയ്ക്കുന്നു. ICUവിൽ നിന്നും ഒരു നേഴ്സ് വേഗം പുറത്തേക്ക് ഡോക്ടറെ വിളിക്കാനോടി. അച്ഛാ. ഒരിക്കൽ കൂടി വലത് കൈ അവളുടെ നേർക്ക് നീട്ടി. സംസാരിക്കാൻ അനങ്ങുന്നില്ല. ഡോക്ടർക്കൊപ്പം സിദ്ധുവും സച്ചുവും കൂടി ICUവിൻ്റെ ഉള്ളിലേക്ക് കയറി. ഡോക്ടർ അച്ഛൻ്റെ നെഞ്ചത്ത് ആഞ്ഞമർത്തുന്നുണ്ട്. പിന്നോക്കം മറയുന്ന കണ്ണുകളെ അവളുടെ നേർക്ക് ചലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വലത് കൈ ഒരിക്കൽ കൂടി ദേവിയുടെ നേർക്ക് കാട്ടി. വാക്കുതാ. കാറ്റുപോലെ ഒച്ച പുറത്തേക്ക് വന്നു. ദീർഘമായ ശ്വാസം അച്ഛനിൽ നിന്നും പുറത്തേക്ക് വന്നു. കൺമുന്നിൽ അച്ഛനെന്ന സത്യമില്ലാതാവുകയാണ്. ആത്മാവിനെങ്കിലും ശാന്തി കൊടുത്തേ മതിയാകൂ. അവളുടെ നേർക്കൊരു നോട്ടം. ദേവി തൻ്റെ കൈ അച്ഛൻ്റെ കയ്യിൽ പതിയെ ചേർത്തു പിടിച്ചു. വാക്ക് ദേവിയുടെ ജീവിതം ജയകൃഷ്ണൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കും. കോടിപ്പോയ ആ ചുണ്ടിൽ ചെറിയ പുഞ്ചിരി തെളിഞ്ഞു. അടഞ്ഞുപോയ കണ്ണുകൾ ഒന്നുകൂടി വലിച്ചു തുറന്ന് ദേവിയെ നോക്കി. അവളുടെ കൈക്കുള്ളിൽ നിന്നും അച്ഛൻ്റെ കൈ ഊർന്ന് താഴെ വീണു. ആ ശ്വാസം നിലച്ചു. കൺമുന്നിൽ അച്ഛൻ്റെ മരണം കണ്ട് ദേവി നിലത്തേക്ക് ഊർന്ന് വീണുപോയി. അപ്പോഴേക്കും അവളെ 2 കൈകൾ താങ്ങി പിടിച്ചു. സിദ്ധു വിളിച്ചറിയിച്ചതിനെ തുടർന്ന് പാഞ്ഞു വന്നതാണ് ജയകൃഷ്ണൻ. കൂടെ ഹരിയും ദത്തനും ഉണ്ടായിരുന്നു. ദേവിയോട് പറഞ്ഞില്ലെങ്കിലും അമ്മാമ്മയുടെ അവസ്ഥ ക്രിട്ടിക്കലാണെന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത്. അത് ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തു. ICUവിൻ്റെ മുന്നിലെത്തുമ്പോൾ കണ്ടു സിദ്ധുവിൻ്റെയും സച്ചുവിൻ്റെയും കണ്ണൊന്ന് പാഞ്ഞു ദേവിയിലേക്ക്. അപ്പോഴാണ് ICUവിൻ്റെ ഉള്ളിലാണെന്ന് അറിഞ്ഞത്.
പിന്നെ അവരോട് കാര്യങ്ങൾ തിരക്കുകയായിരുന്നു. പെട്ടെന്നാണ് സിസ്റ്റർ പുറത്തേക്ക് വരുന്നതും ഡോക്ടറെ വിളിക്കുന്നതും കണ്ടത്. ഡോക്ടർ അകത്തേക്ക് കയറിയ ഉടനെ എല്ലാവരെയും അകത്തേക്ക് വിളിച്ചു. ചെല്ലുമ്പോൾ കാണുന്നത് അച്ഛൻ്റെ കയ്യിൽ കൈ ചേർത്ത് വയ്ക്കുന്ന ദേവിയെയാണ്. പിന്നെ ആ ശരീരം വിറയ്ക്കുന്നതും നിശ്ചലമാകുന്നതും ഞെട്ടറ്റ പൂവ് പോലും നിലത്തേക്ക് ഊർന്നു വീഴുന്നവളെ സിദ്ധു ചേർത്ത് പിടിക്കും മുന്നേ ജയൻ നെഞ്ചോട് ചേർത്തിരുന്നു. എന്തുകൊണ്ടോ മനസ്സ് വിങ്ങുന്നു അവളുടെ വേദനയിൽ. കയ്യിൽ നിന്നും ഊർന്നു വീഴുമെന്ന് തോന്നിയപ്പോൾ കോരിയെടുത്ത് ICUവിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. രമ്യ കാട്ടിക്കൊടുത്ത ബെഞ്ചിൽ കിടത്തി തിരികെ ICUവിനുള്ളിലേക്ക് ചെന്നു ജയൻ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, പേഷ്യൻറ്റിൻ്റെ അവസ്ഥ കിടന്നാലും ഒരു വശം തളർന്ന് ആകെ ബുദ്ധിമുട്ടാകും. അതിനേക്കാൾ നല്ലത്. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന പോലെ ദേവി രമ്യയുടെ മുഖത്തേക്ക് നോക്കി. അവൾ എന്തൊക്കെയോ പറഞ്ഞ് ദേവിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദേവി അതൊന്നും കാണുന്നില്ല. അച്ഛൻ്റെ കൈകൾ, ഉള്ളിലിരിക്കുന്ന തൻ്റെ കൈ, അത് മാത്രമാണ് അവളുടെ ചിന്തയിൽ. ശ്വാസമെടുക്കാൻ പാടുപെടുന്ന അച്ഛൻ്റെ മുഖം മനസ്സിലേക്ക് തെളിഞ്ഞതും അവൾ രമ്യയെ തള്ളി മാറ്റിക്കൊണ്ട് എഴുന്നേറ്റു. ICUവിനുള്ളിലേക്ക് കയറുമ്പോൾ ജയനെയും സിദ്ധുവിനെയും തള്ളി മാറ്റി അച്ഛൻ്റെ അടുക്കലേക്ക് പാഞ്ഞു. അച്ഛാ, എന്നെയും അമ്മയെയും തനിച്ചാക്കി അച്ഛനും പോവുകയാണോ? ഇതിനുവേണ്ടി എന്ത് പാപമാണ് ഞാൻ ചെയ്തത്? സമ്മതിച്ചതല്ലേ അച്ഛൻ പറഞ്ഞതെല്ലാം? സമ്മതിച്ചതല്ലേ? അച്ഛൻ്റെ ആഗ്രഹം പോലെ ജയകൃഷ്ണൻ്റെ ഭാര്യയാകാമെന്ന് ഞാൻ സമ്മതിച്ചില്ലേ? എന്നിട്ട് എന്നെ പറ്റിച്ചു പോവുകയാണോ? എല്ലാവരും കൂടി ഇങ്ങനെ ഒറ്റപ്പെടുത്താൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അച്ഛൻ്റെ ശരീരത്തിൽ പിടിച്ചുലച്ചുകൊണ്ട് അവൾ പുലമ്പിക്കൊണ്ടേയിരുന്നു. അച്ഛനും കൂടി ഇല്ലാതായാൽ ഞാൻ ഭ്രാന്തിയായി പോകും, മുഴുഭ്രാന്തി. അവൾ പറയുന്ന വാക്കുകൾക്കുള്ളിൽ കുഴങ്ങിക്കിടക്കുകയായിരുന്നു സിദ്ധുവും ജയനും. അപ്പോൾ ജയകൃഷ്ണൻ്റെ ജീവിതത്തിലേക്ക് ദേവിയെ കൈപിടിച്ച് കയറ്റണമെന്ന് അമ്മാവനും ആഗ്രഹിച്ചിരുന്നു. സിദ്ധു ജയൻ്റെ മുഖത്തേക്ക് നോക്കി. അങ്ങനെ എന്നെ ഒറ്റപ്പെടുത്തി കൊണ്ടുപോകാൻ ഞാൻ അച്ഛനെ അനുവദിക്കില്ല. തലമുടി പിച്ചി വലിച്ചുകൊണ്ട് ദേവി പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ഭാവിച്ചതും സിദ്ധുവും ജയനും കൂടി അവളെ വട്ടം പിടിച്ചു. ഒടുവിൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചാണ് സെഡേഷൻ കൊടുത്തത്. ദേവിയെയും രമ്യയെയും ഹോസ്പിറ്റലിൽ നിന്നും ജയൻ്റെ കാറിൽ ഹരിയും ദത്തനും ചേർന്നാണ് വീട്ടിലെത്തിച്ചത്. നന്ദുവിനെ രണ്ടുപേരും ചേർന്നെടുത്താണ് വീട്ടിനുള്ളിലേക്ക് കിടത്തിയത്. മാലതിയും സുഭദ്രവയും നിലവിളിയോടെ അവളുടെ അടുത്തേക്ക് പാഞ്ഞു. നിമിഷ നേരം കൊണ്ട് വീടും പരിസരവും നിറഞ്ഞു. മുറ്റത്ത് ടാർപ്പാളിൻ വലിച്ചു കെട്ടി കസേരകളും നിരത്തി. ഭവാനിയമ്മയും അമ്മാവനും അമ്മുവും ദേവിയുടെ അടുത്ത് വരുമ്പോൾ മയക്കത്തിലായിരുന്നവൾ. ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുവരും മുമ്പേ തന്നെ സെഡേഷൻ കൊടുത്തിരുന്നു. ഭവാനിയമ്മ അവളുടെ അടുത്തിരുന്ന് കൈകൾ പൊതിഞ്ഞു പിടിച്ചു. എന്തൊരു വിധിയാണ് മോളെ നിൻ്റെ ജീവിതം മുഴുവനും. അവർക്ക് നെഞ്ചു വെങ്ങി പൊട്ടുന്നത് പോലെ തോന്നി. ഇത്രയും മാത്രം അനുഭവിക്കാൻ എന്ത് പാവമാണ് ചെയ്തത് ദേവേട്ട, അച്ഛൻ, അമ്മുമോനെ. അവ്യക്തമായി അവൾ പുലമ്പിക്കൊണ്ടേയിരുന്നു. അച്ഛാ, ഈശ്വര, ഇതൊക്കെ കാണാൻ എന്നെ എന്തിനാ ഈ ഭൂമിയിൽ ബാക്കി വച്ചിരിക്കുന്നത്? സുഭദ്ര മാലതിയുടെ മടിയിൽ കിടന്ന് നിലവിളിച്ചു. എൻ്റെ പൊന്നു മോൾക്കിനി ആരുണ്ട്? അവ്യക്തമായി എന്തൊക്കെയോ പുലമ്പുന്നവളെ നോക്കി ദയനീയമായി ഇരിക്കാൻ മാത്രമേ എല്ലാവർക്കും കഴിഞ്ഞുള്ളൂ. ഹോസ്പിറ്റലിൽ നിന്നും ബോഡി കൊണ്ടുവരുമ്പോൾ അമ്മയും അമ്മായിയും എല്ലാം ഉമ്മറത്തേക്ക് പോയി. ചടങ്ങുകളെല്ലാം വളരെ വേഗത്തിൽ തീർത്തുകൊണ്ടിരുന്നു. ചടങ്ങുകൾ ചെയ്യാനായി ദേവിയെ സിദ്ധുവും സച്ചുവും കൂടി താങ്ങിക്കൊണ്ടുവന്നു. അടഞ്ഞ കണ്ണുകളും തളർന്ന ശരീരവുമായി കിടക്കുന്നവളെ സിദ്ധു കയ്യിൽ പിടിച്ചാണ് ചടങ്ങുകൾ ചെയ്യിപ്പിച്ചത്. എല്ലാം കഴിഞ്ഞ് തിരികെ അവളെ എടുത്താണ് മുറിയിലേക്ക് കൊണ്ടുപോയത്. ചിതയ്ക്ക് തീ കൊളുത്തിയതും മറ്റും സച്ചു ആയിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ ദേവിയെ പതിയെ ഉണർത്തി എഴുന്നേൽപ്പിച്ചിരുത്തി. അമ്മയെയും മകളെയും ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയാത്ത അവസ്ഥയായിരുന്നു. ചടങ്ങുകൾ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചുപോയി. ഭവാനിയമ്മയും അമ്മുവും അമ്മാവനും അരികിലേക്ക് വരുമ്പോൾ ദേവി പൊട്ടിക്കരച്ചിലോടെ ഭവാനിയമ്മയുടെ മാറിലേക്ക് വീണു. സ്നേഹിക്കുന്നവരൊക്കെ എന്നെ വിട്ടു പോവുകയാണ്. അമ്മ എപ്പോഴും പറയുന്നത് പോലെ ഞാൻ നശൂലമായിരിക്കും, എരണമില്ലാത്തവൾ. അവൾക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. മോളെ, എന്തൊക്കെയാ നീ പറയുന്നത്? അങ്ങനെ നിനക്കൊരു ദോഷവുമില്ല കുട്ടി. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. ഇല്ലമ്മേ, ഞാനാണ് എൻ്റെ അച്ഛനും മരണത്തിന് ഉത്തരവാദി. എന്നെക്കുറിച്ച് ആലോചിച്ച് നീറിയാണ് എൻ്റെ അച്ഛൻ മരിച്ചത്. എല്ലാവർക്കും ഞാനൊരു ബാധ്യതയാണ്. അപ്പോഴേക്കും സുഭദ്ര മകളുടെ അടുത്തേക്ക് വന്നു. ഒരിക്കലും അങ്ങനെ പറയല്ലേ മോളെ. അച്ഛനും അമ്മയ്ക്കും ഒരിക്കലും നീ ബാധ്യതയല്ല. ആണും പെണ്ണുമായി ഞങ്ങൾക്ക് നീ ഒന്നിനേ ഉള്ളൂ. നിൻ്റെ ജീവിതം കൺമുന്നിൽ ഇങ്ങനെ നശിക്കുന്നത് കാണുമ്പോൾ അച്ഛനത് സഹിക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് മരിക്കുന്നതിൻ്റെ അന്ന് രാത്രി പോലും ജയനെക്കുറിച്ച് നിന്നോട് സംസാരിച്ചത്. അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അപ്പോഴേക്കും ദേവി പൊട്ടിത്തെറിച്ചിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് വാക്ക് വാങ്ങിയിട്ടല്ലേ അച്ഛൻ പോയത്? എല്ലാം ഞാൻ സമ്മതിച്ചതല്ലേ? ആരെ വേണമെങ്കിലും വിവാഹം കഴിക്കാമെന്ന് ഞാൻ സമ്മതിച്ചതല്ലേ?
എന്നിട്ടും എന്നെ തോൽപ്പിച്ച് പൊയ്ക്കളഞ്ഞില്ലേ? അവൾ ഭ്രാന്തിയെ പോലെ അലറി കരഞ്ഞുകൊണ്ട് പുലമ്പിക്കൊണ്ടേയിരുന്നു.